Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എല്ലാ ആഴ്ചകളും ഓരോ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2022 ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതയായി ഫോബ്സ് മാഗസിൻ തെരഞ്ഞെടുത്തത് ആരെയാണ്? 2022 ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതയായി അമേരിക്കയിലെ ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? എല്ലാ വർഷവും അമേരിക്കയിലെ ഫോബ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ 100 വനിതകളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ ഈ 2022 ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്ത 100 വനിതകളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതയായി ഫോബ്സ് മാഗസിൻ 2022 തിരഞ്ഞെടുത്തത് ആരെയാണ്? നമുക്ക് നോക്കാം. ഈ വർഷം തെരഞ്ഞെടുത്തത് ഉർസുല വോൺ ഡെർ ലിയൻ ആണ്. ഉർസുല വോൺ ഡെർ ലിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുത്തത്. ഉർസുല വോൺ ഡെർ ലിയൻ എന്ന് പറയുന്ന ഓർത്ത് നോക്കിയ ആരാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിതയാണ് ജർമ്മനിക്കാരിയായ ഉർസുല വോൺ ഡെർണിയർ എന്ന് പറയുന്നത്. ഉർസുല വോൺ ഡെർണിയർ എന്ന് പറയുന്ന ഓർത്തുക യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിതയാണ് ജർമ്മനിക്കാരിയാണ് യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിത. ഫസ്റ്റ് വുമൻ ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ, ദാറ്റ് ഈസ് ഉർസുല വോൺ ഡെർണിയർ. ഈ വനിതയാണ് നമ്മൾ ഈ 2022 ഏറ്റവും കരുത്തുറ്റ വനിതയായി ആര് തെരഞ്ഞെടുത്തത്? ഫോബ്സ് മാഗസിൻ തെരഞ്ഞെടുത്തത്. നമുക്കറിയാലോ, റീസെന്റ് ഉക്രൈൻ യുദ്ധം നടന്നിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ശക്തമായ നടപടിയെടുത്തത് പരിഗണിച്ചാണ് ഉർസുല വോൺ ഡെർണിയറെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതയായിട്ട് ആര് തെരഞ്ഞെടുത്തത്? ഫോബ്സ് മാഗസിൻ തെരഞ്ഞെടുത്തത്. ഒന്നാമത്തെ വനിതയാണ് ഉർസുല വോൺ ഡെർണിയർ എന്നത്. രണ്ടാമത്തെ വനിതയെ തെരഞ്ഞെടുത്തത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിത. അതും ഇതേപോലെ ആദ്യത്തെ വനിതയാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ഇത് നമ്മൾ പറഞ്ഞത് യൂറോപ്യൻ കമ്മീഷന്റെയാണ് ഉർസുല വോൺ ഡെർണിയർ പറഞ്ഞത്. കരുത്തുറ്റ രണ്ടാമത്തെ വനിതയെ തെരഞ്ഞെടുക്കുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിതയായ ക്രിസ്റ്റ്യൻ ലഗാർദെയാണ്. ആരാണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയായ ക്രിസ്റ്റ്യൻ ലഗാർദെയാണ്. ഫ്രഞ്ചുകാരിയായ ക്രിസ്റ്റ്യൻ ലഗാർദെയാണ് രണ്ടാമത്തെ വനിതയായിട്ട് തെരഞ്ഞെടുത്തത്. ക്രിസ്റ്റ്യൻ ലഗാർദെ ഓർത്തു വയ്ക്കുക, ഇതിനു മുന്നേയും നല്ല സ്ഥാനങ്ങൾ വഹിച്ച ഒരു വനിതയാണ് ഈ ക്രിസ്റ്റ്യൻ ലഗാർദെ എന്ന് പറയുന്നത്. 2011 മുതൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ IMF എന്ന് പറയുമല്ലോ, ആ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന വനിത കൂടിയായിരുന്നു ആര്? ക്രിസ്റ്റ്യൻ ലഗാർദെ. 2011 മുതലാണ്. 2011 കാലഘട്ടത്ത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ആദ്യ വനിത, IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ആദ്യത്തെ വനിത കൂടിയായിരുന്നു ആര്? ആ ക്രിസ്റ്റ്യൻ ലഗാർദെ തന്നെയാണ് ഇപ്പോഴത്തെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിത. ഇതാണ് രണ്ടാമത്തെ വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മൂന്നാമത്തെ വനിത ആരായിരുന്നു? മൂന്നാമത്തെ വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം, കമല ഹാരിസ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള കമല ഹാരിസ് ആണ് ലോകത്തിലെ കരുത്തുറ്റ വനിതകൾ 3ാം സ്ഥാനം കിട്ടിയത്. കമല ഹാരിസ്. ഇനി നാലാമത്തെ നോക്കാം, മഹസ അമിനിയാണ് 4ാമത്തെ വനിതയായി തെരഞ്ഞെടുക്കുക. മഹസ അമിനിയെ നമുക്കറിയാം, റീസെന്റ് അടുത്ത കാലത്ത് ഇറാനിൽ ഒരുപാട് കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? സദാചാര പോലീസിന്റെ പിടിയിലാക്കപ്പെട്ട് ആ പോലീസ് മുറയിൽ വെച്ച് അല്ലെങ്കിൽ ആ പോലീസ് ലോക്കപ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട വനിതയാണ് മഹസ ആമിനി. അതിനെ തുടർന്നാണ് ഇറാനിൽ ഇപ്പം നമ്മൾ ഈ കണ്ട കലാപങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, മഹസ ആമിനി ഓർത്തു വയ്ക്കുക, 4ാമത്തെ വനിത. അപ്പൊ ഫോബ്സ് മാഗസിൻ 2022 തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട 4 ആളുകളെ എന്ന് പറഞ്ഞത്. ഒന്നാം സ്ഥാനം ഞാൻ പറഞ്ഞു യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിത ജർമ്മനിക്കാരിയായ ആരാണ്? ഉർസുല വോൺ ഡെർണിയർ എന്നു. രണ്ടാമത്തെ വനിതയാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വനിതയായ ക്രിസ്റ്റ്യൻ ലഗാർദെ. IMFന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറും ക്രിസ്റ്റ്യൻ ലഗാർദെയായിരുന്നു. മാനേജിംഗ് ഡയറക്ടറാകുന്ന വനിതയും ക്രിസ്റ്റ്യൻ ലഗാർദെയായിരുന്നു. മൂന്നാമത്തെ കമല ഹാരിസ്. 4ാമത്തെ മഹസ ആമിനി, ഇറാനിയൻ സദാചാര പോലീസിന്റെ കയ്യിലകപ്പെട്ട് ആ പിടിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട വനിതയാണ് മഹസ ആമിനി. ഇതാണ് 4 വനിതകൾ. ഇനി അതിൽ 36 സ്ഥാനം കിട്ടിയത് ആരായിരുന്നു? 36. ഈ കരുത്തുറ്റ 100 വനിതകൾ എന്ന് പറഞ്ഞു. അതിൽ 36ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആരാണ്? വിമല സേതുരാമൻ നിർമ്മല സേതുരാമനാണ് 36ാം സ്ഥാനം കിട്ടിയ ഇന്ത്യ മന്ത്രി നിർമ്മല സേതുരാമൻ എന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ഈ കരുത്തുറ്റ 100 വനിതകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ടൈലർ സ്വിഫ്റ്റ് ആണ്. നമുക്കറിയാം, പോപ്പ് മ്യൂസിഷ്യനായ ടൈലർ സ്വിഫ്റ്റിനാണ്
ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയെ തെരഞ്ഞെടുക്കുന്നത് 32 വയസ്സാണ് ലെഡിക്ക്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ 2021 കരുത്തുറ്റ വനിത മറക്കണ്ട, ഉർസുല വോൺ ഡെർ ലിയൻ മറക്കണ്ട. ഇനി രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കാം. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ തുറന്നത് എവിടെയാണ്? കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ തുറന്നിട്ടുള്ളത് എവിടെയാണ്? ഓർത്ത് നോക്കിയാൽ കേരളത്തിൽ നമുക്കറിയാം പൊതുവെ 3 സെൻട്രൽ ജയിലുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ വിയ്യൂര്, മറ്റൊന്ന് കണ്ണൂർ. തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ 3 സെൻട്രൽ ജയിലുകളാണ്. 4ാമത്തെ സെൻട്രൽ ജയിൽ തുറന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. 4ാമത്തെ സെൻട്രൽ ജയിൽ തുറന്നിട്ടുള്ളത് കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ തുറന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തവനൂരാണെന്ന് ഓർത്തിക്കുക. അതോടൊപ്പം ഓർത്തിക്കുക, ഇന്ത്യയിലെ 145ാമത്തെ സെൻട്രൽ ജയിൽ കൂടിയാണത്. ഇന്ത്യയിലെ 145ാമത്തെ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണ്. അതിനപ്പുറം ഒന്നുകൂടി പറഞ്ഞു, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിൽ കൂടിയാണ് തവനൂർ. കേരളത്തിൽ പൊതുവെ 3 സെൻട്രൽ ജയിലാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ 3 സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത്. 4ാമത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ ഇപ്പോൾ റീസെന്റ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അത് ഇന്ത്യയിലെ 145ാമത്തെ സെൻട്രൽ ജയിലാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സെൻട്രൽ ജയിലും കൂടിയാണ് തവനൂർ സെൻട്രൽ ജയിൽ. അപ്പൊ കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ട്, മറക്കാതെ പഠിക്കുക. 4ാമത്തെ മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സ് കേരളവുമായി ബന്ധപ്പെട്ടാണ്. ഇനി മൂന്നാമത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പോവാം. 2022 ഫൈനലിസിമ കപ്പ് ജേതാക്കൾ ആരാണ്? 2022 ഫൈനലിസിമ കപ്പ് ജേതാക്കൾ ആരായിരുന്നു? ഓർമ്മിക്കുക, ഇറ്റലിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീനയാണ് 2022 ഫൈനലിസിമ കപ്പ് ജേതാക്കളായത്. 2022 ഫൈനലിസിമ കപ്പ് ജേതാക്കളായത് അർജന്റീനയാണ്. ഇറ്റലിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീനയാണ് കപ്പ് നേടിയത്. ഇനി ഫൈനലിസിമ കപ്പ് എന്ന് റീസെന്റ് കേട്ട് തുടങ്ങിയൊരു പദമാണ്, പറഞ്ഞുതരാം. യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ കപ്പ് ചാമ്പ്യന്മാരും, യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും, ഈ 2 ചാമ്പ്യന്മാരും കൂടി മാറ്റുരയ്ക്കുന്ന അല്ലെങ്കിൽ പോരാടുന്ന ഒരു ഫുട്ബോൾ മത്സരമാണത് ഫൈനലിസിമ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഫൈനലിസിമ ഫുട്ബോൾ മത്സരം മറക്കണ്ട. കോപ്പ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും, ഈ 2 ചാമ്പ്യന്മാരും കൂടി പോരാടുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ് ഫൈനലിസിമ മത്സരം എന്ന് പറയുന്നത്, ഫൈനലിസിമ കപ്പ് എന്ന് പറയുന്നത്. 1985 അത് ആരംഭിച്ചത്. 1985 ആരംഭിച്ച് ആദ്യ കപ്പ് നേടിയത് ഫ്രാൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് 1993 നടന്നത്. 93 അന്ന് കപ്പ് നേടിയത് അർജന്റീനയാണ്. 93 കപ്പ് നേടിയത് അർജന്റീന. അതിനുശേഷം 29 വർഷത്തിന് ശേഷമാണ് 2022 നടക്കുന്നത്. 85 ആരംഭിച്ചു, അന്ന് ഫ്രാൻസ് ആണ് നേടിയത്. അതിനുശേഷം 93 പിന്നെ ഉണ്ടായത്. 93 അർജന്റീനയാണ് നേടിയത്. അതിനുശേഷം 29 വർഷങ്ങൾക്ക് ശേഷം 2022 ഏത് ഫൈനലിസിമ കപ്പ് നടന്നത്. അതിൽ ഇറ്റലിക്കെതിരെ എതിരില്ലാത്ത 3 ഗോൾക്ക് ആര് വിജയിച്ചു? അർജന്റീന ഫൈനലിസിമ കപ്പ് എടുത്തു എന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ മൂന്നാമത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് ഫൈനലിസിമ കപ്പ് ജേതാക്കൾ അർജന്റീനയാണ്. അത് സ്പോർട്സ് മേഖലയിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഗീതാഞ്ജലി ശ്രീയാണ്. ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്ക് ഗീതാഞ്ജലി ശ്രീക്കാണ് 2022 മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിക്കുന്ന ആദ്യത്തെ വനിതയായിട്ട് മാറുന്നു. ഓർക്കുക, മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ഇന്ത്യക്കാർക്ക് ആർക്കും കിട്ടിയില്ല. ആദ്യമായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗീതാഞ്ജലി ശ്രീക്കാണ്. ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണെന്ന് ഓർക്കുക. മാൻ ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാൻ ബുക്കർ പ്രൈസ് എന്ന് UK ആണ് നൽകുന്നത്. ബ്രിട്ടനിലെയും കോമൺവെൽത്ത് രാഷ്ട്രങ്ങളെയും സിംബാബ്വെ, അയർലൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഇംഗ്ലീഷ് എഴുതുന്ന കൃതികൾക്ക് നൽകുന്നതാണ് മാൻ ബുക്കർ പ്രൈസ്. അതേസമയം മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെയും ഇംഗ്ലീഷിലെയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പരിവർത്തനം ചെയ്യപ്പെട്ട കൃതികൾക്ക് നൽകുന്നതാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ. അത് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതാണ് ഗീതാഞ്ജലി ശ്രീ എന്ന് പറയുക. ഗീതാഞ്ജലി ശ്രീയാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഹിന്ദി എഴുത്തുകാരിയാണ്. ദി ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ് കിട്ടിയത്. ഇനി അതേസമയം മാൻ ബുക്കർ പ്രൈസ് ആണെങ്കിലോ, ഇതിനു മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്നത് അരുന്ധതി റോയ്ക്ക് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കിരൺ ദേശായിക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്ക് കിരൺ ദേശായിക്ക് കിട്ടിയിട്ടുണ്ട്. അരവിന്ദ് അടിക്ക് വൈറ്റ് ടൈഗർ എന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം VS നൈപ്പാളിന് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്ന കൃതിക്ക് VS നൈപ്പാളിന് കിട്ടിയിട്ടുണ്ട്. സൽമാൻ റുഷ്ദിക്ക് ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5 ആളുകൾക്ക് ഇതിനു മുന്നേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പറഞ്ഞ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതാണ് ഗീതാഞ്ജലി ശ്രീ ദി ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്ക് കിട്ടുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം എന്നാണ്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 2022
പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാണ്? 2022 പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാണ്? ഓർക്കുക, 2022 പത്മശ്രീ അവാർഡ് ലഭിച്ച ആൾ ഒന്ന് പി നാരായണ കുറുപ്പാണ്. പി നാരായണ കുറുപ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വിചക്ഷണനും അതോടൊപ്പം തന്നെ ഒരു കവിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ആര്? പി നാരായണ കുറുപ്പ്. നാരായണ കുറുപ്പിനാണ് ഒന്ന് പത്മശ്രീ കിട്ടുന്നത്. രണ്ടാമത്തെ വ്യക്തി പറയുന്നത് ശങ്കരനാരായണ മേനോൻ. കളരി ആചാര്യ ഗുരുവായ അല്ലെങ്കിൽ കളരി ഗുരുവായിട്ടുള്ള ശങ്കരനാരായണ മേനോനാണ് രണ്ടാമത്തെ വ്യക്തി. ഒന്ന് പി നാരായണ കുറുപ്പ് പറഞ്ഞു, രണ്ടാമത്തെ ആള് ശങ്കരനാരായണ മേനോനും പറഞ്ഞു, അദ്ദേഹം കളരി ആചാര്യനാണ്, ഗുരുവാണ്. മൂന്നാമത്തെ ആള് ശോശാമ അയ്യപ്പാണ്. ശോശാമ അയ്യപ്പൻ നമുക്കറിയാം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ഒരു വ്യക്തി. ശോശാമ അയ്യപ്പൻ പ്രത്യേകിച്ച് നമ്മുടെ വെച്ചൂർ പശുവിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു തനത് വ്യക്തിത്വം നിലനിർത്തിയ ഒരു വ്യക്തിയാണ് ശോശാമ അയ്യപ്പിന് കിട്ടി. അതിനുശേഷം പിന്നീട് നമുക്ക് കിട്ടുന്ന മറ്റൊരു വ്യക്തി മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സാക്ഷരതാ പ്രവർത്തനം വളരെ പ്രശസ്തി നൽകിയ റാബിയയ്ക്കാണ് മറ്റൊരു പത്മശ്രീ അവാർഡ്. അപ്പൊ 4 മലയാളികൾക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞത്? ഒന്ന് പി നാരായണ കുറുപ്പ്, 2 ശങ്കരനാരായണ മേനോൻ, 3 ശോശാമ അയ്യപ്പ്, അതിനുശേഷം റാബിയ. ഈ 4 മലയാളികൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളും അതിന്റെ ആൻസറുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ 5 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതിനടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതിനു മുന്നേ പുതിയ വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. 2022 നമ്മളെ വിട്ടുപോയി, ഇനി 2023 അപ്പൊ പുതിയ വർഷത്തിൽ പുതിയ ചിന്തകളും പുതിയ ലക്ഷ്യങ്ങളും പുതിയ പ്രതിജ്ഞകളൊക്കെ നമുക്ക് വരാറുണ്ട്. ഓർത്തുക, പുതിയ പ്രതിജ്ഞകളൊന്നും വേണ്ട. നമ്മുടെ മുന്നിൽ പഴയ പ്രതിജ്ഞ തന്നെ ഉണ്ട്. ഒരു ജോലി എടുക്കുക എന്ന ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ലക്ഷ്യത്തെ വീണ്ടും ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കുക, അതിനെ വളരെ ഭംഗിയായിട്ട് എടുക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഫോൾട്ടുകളാണ് സംഭവിച്ചത്, അതിനെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തെ തന്നെ സഫലീകരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുക. ഹാർഡ് വർക്കും സിൻസിയറിറ്റി ചെയ്യുക. അത് നല്ല ആബിറ്റുകൾ ഉണ്ടാക്കിയ നല്ല പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് തോട്ടുകളും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ക്രിയേറ്റ് ചെയ്യുക. നല്ല വെൽ ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. നല്ല വെൽ ഡിസിപ്ലിനുള്ള ലൈഫിൽ മാത്രമേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും സിൻസിയറിറ്റി ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ ജീവിതത്തിൽ വിജയം നേടുന്നവർ, ജീവിതത്തിലായാലും പരീക്ഷകളായാലും മറ്റെങ്ങനെയാണെങ്കിലും വിജയം നേടുന്നവർക്കെല്ലാം നല്ല ഒരു ബെറ്റർ ഡിസിപ്ലിൻ ലൈഫായിരിക്കും, നല്ല വെൽ ഡിസിപ്ലിൻ ലൈഫായിരിക്കും. അപ്പോൾ ഒരു വെൽ ഡിസിപ്ലിൻ ലൈഫിൽ മാത്രമേ നമുക്ക് ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിനൊരു റൂൾസും റെഗുലേഷൻസും നല്ല ഡിസിപ്ലിനൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നല്ല പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളെല്ലാം ഉണ്ടാക്കിയെടുത്ത് നല്ല കാര്യങ്ങൾ ഒരു ഹാബിറ്റ്, ഒരു ഡെയിലി റൂട്ടീനാക്കി മാറ്റുക. നല്ല ചില കാര്യങ്ങൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക, ജോഗിങ്ങിന് പോവുക, വാക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം ഞാൻ ഇത്ര കാര്യങ്ങൾ പഠിക്കും. എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പഠിച്ചിരിക്കും എന്നൊരു ചിന്ത മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഒരുപാട് സമയം നമുക്ക് വായിക്കാൻ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു വാശി ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങൂ. അങ്ങനെ നല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാവുന്ന നല്ല ആറ്റിറ്റ്യൂഡുകൾ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക, നമ്മുടെ ഡെയിലി റൂട്ടീൻ ആക്കി മാറ്റുക. അങ്ങനെ നല്ല ചിന്തകളും നല്ല ആറ്റിറ്റ്യൂഡുകളും എല്ലാം ഉണ്ടാക്കിയെടുത്ത് നല്ല തോട്ടുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലക്ഷ്യം ഈ 2023 നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ പുതുവത്സര ആശംസകളും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും